പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് നമ്മൾ കുറേ ഫോമുലാസ് പഠിച്ചു അല്ലേ? ഏകദേശം 8 ഫോമുലാസ് പഠിച്ചു. അതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചൊന്ന് നോക്കാം. ഓരോന്നും എന്തൊക്കെയാണെന്ന് ഞാൻ ഒരു കൺക്ലൂഷൻ പോലെ പറഞ്ഞുതരാം. ആദ്യമേ നമ്മൾ പഠിച്ച പൊതുവ്യത്യാസമാണ്. പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. അതെങ്ങനെയായിരുന്നു പഠിച്ചത്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേമിന് അതിന് തൊട്ട് മുമ്പത്തെ പദം കുറയ്ക്കുക. നമ്മൾ പഠിച്ച ഫോമുല എന്തായിരുന്നു? ഡി ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 അല്ലേ? ഇതെങ്ങനെയാണ്? സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ തുടർച്ചയായ പദങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ഈ ഫോമുല അപ്ലൈ ചെയ്യാം. ഡി ഈസ് ഈക്വൽ ടു x2 മൈനസ് x1. അല്ലെങ്കിൽ ഏതായിരുന്നു? ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ difference. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലെങ്കിൽ പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ രണ്ട് ഫോർമുലയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് കാണാൻ പഠിച്ചുള്ളത്. കോമൺ ഡിഫറൻസ് കാണാൻ തുടർച്ചയായ പദങ്ങൾ തന്നാൽ എളുപ്പമാണ്. x2 ആദ്യത്തെ പദം രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറയ്ക്കുക. ഇനിയും തുടർച്ചയായി തന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അഞ്ചാം പദം പത്താം പദം ഇങ്ങനെയൊക്കെയാണ് തരുന്നതെങ്കിൽ എടുക്കുന്നത് എങ്ങനെയാണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാന വ്യത്യാസം. അപ്പം ഒന്നാമത്തെ കഴിഞ്ഞു. ഇതായിരുന്നു നമ്പർ 1. അടുത്തത് നമ്പർ 2. അടുത്തത് ഇത് മൂന്നും ഒരേ കാര്യമാണ്. ആൾജിബ്രായിക് ഫോം എന്ന് പറയും, ജനറൽ ഫോം എന്ന് പറയും, nth ടേം എന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ മലയാളത്തിലാണ് ബീജഗണിത രൂപം, പൊതുരൂപം, n-ാം പദം. ഇതിനെല്ലാം ഒരേ വാക്യമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ്? ആൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ അതിൻ്റെ മലയാളം ബീജഗണിത രൂപം, ജനറൽ ഫോം പൊതുരൂപം, nth ടേം n-ാം പദം. പിന്നെ xn is equal to dn plus f minus d. ഇതാണ് വാക്യം. xn is equal to dn plus f minus d. ഇവിടെ എന്താണ്? d എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. n എന്താണ്? പദങ്ങളുടെ എണ്ണം. അത് പക്ഷേ ഇവിടെ അറിയില്ല. ആൾജിബ്രായിക് ഫോം എഴുതുമ്പോൾ നമ്മൾ n തന്നെയാണ് ഇടുന്നത്. പ്ലസ് എഫ് മൈനസ് ഡി. എഫ് ഫസ്റ്റ് ടേം, ഡി കോമൺ ഡിഫറൻസ്. അപ്പം ആൾജിബ്രായിക് ഫോം ചോദിച്ചാലും ജനറൽ ഫോം എന്ന് ചോദിച്ചാലും nth ടേം എന്ന് ചോദിച്ചാലും, ഇനി മലയാളത്തിലാണെങ്കിൽ ബീജഗണിത രൂപം, പൊതുരൂപം, n-ാം പദം. ഇതിനെല്ലാത്തിനും കൂടെ ഉള്ള വാക്യമാണ് xn is equal to dn plus f minus d. ഓക്കെ, അടുത്ത സമ്മാണ്. സമ്മിന് നമ്മൾ 5-6 ഫോമുലാസ് പഠിച്ചല്ലേ? അപ്പോൾ ആദ്യത്തെ എന്തായിരുന്നു? സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. എന്തായിരുന്നു വാക്യം? Sn is equal to n into n plus 1 by 2 അല്ലേ? Sn is equal to n into n plus 1 by 2. ഇതിനകത്ത് n ആയിട്ട് എടുക്കുന്ന എന്താണ്? അവസാന പദം n xn ആയിരിക്കും, അല്ലെങ്കിൽ അവസാന പദമായിരിക്കും. ഇതിനകത്ത് സീരീസിൽ നമ്മൾ എത്ര പദങ്ങളുടെ തുകയാണോ കാണാൻ പറഞ്ഞത്, അത് ആ ലാസ്റ്റ് ടേം എത്രയാണോ അതായിരിക്കും n. അപ്പോൾ വാക്യം Sn is equal to n into n plus 1 by 2. ഓക്കെ, അടുത്തത് നാലാമത്തെ വാക്യം. എന്താണ് നാലാമത്തെ വാക്യം? സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക.
ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക എന്താണ്? ഈ ബൈ 2 ഇല്ല. Sn ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1. ഇത്രേ ഉള്ളൂ വാക്യം. ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ Sn ഈസ് ഈക്വൽ ടു n ഇൻറ്റു n. ഇതിനകത്ത് n എന്ന് പറഞ്ഞാൽ xn ബൈ 2. ലാസ്റ്റത്തെ പദം ഏതാണോ അതിനെ 2 കൊണ്ട് ഹരിക്കുന്നതായിരിക്കും n. ഇപ്പം നാലാമത്തെ വാക്യമായിരുന്നു സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക Sn ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1. അവിടെ n എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത് xn ബൈ 2. ഇപ്പം 2, 4, 6 അങ്ങനെ പോയിട്ട് 30 വരെയുള്ള പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ അവസാന പദമായിട്ട് 30 ആണ് വരുന്നത്. അപ്പം 30 ബൈ 2 ആയിരിക്കും n. അടുത്തത് അഞ്ചാമത്തെ വാക്യം സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക. എന്തായിരുന്നു വാക്യം? കഴിഞ്ഞ ദിവസം പഠിച്ചല്ലേ? Sn ഈസ് ഈക്വൽ ടു n സ്ക്വയർ ആണ്. എന്താണ്? Sn ഈസ് ഈക്വൽ ടു n സ്ക്വയർ. ഇതാണ് വാക്യം. അതിനകത്ത് n കാണുന്നത് xn പ്ലസ് 1/2. ഇതാണ് ഇവിടെ n എങ്ങനെ കണ്ടുപിടിക്കാം? ഈ വാക്യത്തിനകത്ത് n സ്ക്വയർ എന്നല്ല, അതിനകത്ത് n കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? xn പ്ലസ് 1/2. ഇപ്പം 1, 3, 5 ഇങ്ങനെ 19 വരെയുള്ള തുകകളുടെ തുകയാണെങ്കിൽ 19 പ്ലസ് 1/2 അതായിരിക്കും n. അപ്പോൾ 10 ആയിരിക്കും അവിടുത്തെ n. അപ്പോൾ 3 കേസായി. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക Sn ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2. അവിടെ n കാണുന്നത് xn ആണ് n. അല്ലെങ്കിൽ ആ സീരീസിൽ അവസാനം കൊടുത്തിരിക്കുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും n. പിന്നെ വന്നിരിക്കുന്ന നാലാമത്തെ സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക. അതിനുള്ള വാക്യം Sn ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1. അതിനകത്ത് n കാണുന്നത് xn ബൈ 2. ആ സീരീസിലത്തെ അവസാന പദം ഏതാണോ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ വന്നിരിക്കുന്ന സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക. അതിൻ്റെ വാക്യം Sn ഈസ് ഈക്വൽ ടു n സ്ക്വയർ. n കാണുന്നത് xn പ്ലസ് 1/2. ഓക്കെ, അടുത്തത് നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയായിരിക്കും. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തരും, ബാക്കി ഡീറ്റെയിൽസ് ഒന്നും തരികയില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എസ് കാണുന്നത് എങ്ങനെയെന്നുള്ളതാണ് അല്ലേ? അപ്പം Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. എന്താണ്? n/2 പദങ്ങളുടെ എണ്ണമാണ് n. n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇതിനകത്ത് n അറിയത്തില്ലെങ്കിൽ n കണ്ടുപിടിക്കുന്നത് xn മൈനസ് x1 ഡിവൈഡഡ് ബൈ d പ്ലസ് 1. അവസാന പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറയ്ക്കുക, അതിനെ d കൊണ്ട് ഹരിക്കുക, അതിന് ശേഷം മാത്രം 1 കൂട്ടുക. ഈ ക്രിയകളെല്ലാം ചെയ്തതിന് ശേഷം 1 കൂട്ടാൻ പാടുള്ളൂ. അപ്പം Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. അതിൽ n കാണുന്നത് xn മൈനസ് x1 ബൈ d പ്ലസ് 1. അടുത്ത വേറൊരു ഫോമുല s ഈസ് ഈക്വൽ ടു, ഇതാണ് ലാസ്റ്റ് നമ്മൾ പഠിച്ചത്. s ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇതിനകത്ത് n, f, d 3 കാര്യങ്ങൾ വേണം. n പദങ്ങളുടെ എണ്ണം, f ഫസ്റ്റ്, d കോമൺ ഡിഫറൻസ്. ഇത്രേ ഉള്ളൂ. ഇനിയും ഒരു ഫോർമുല ആയിട്ടുണ്ട്, അതുകൂടെ കാണിക്കാം. അപ്പോൾ ഇനി ഇതിനകത്ത് ലാസ്റ്റ് ഫോർമുല ആണ് Sn ഈസ് ഈക്വൽ ടു മിഡ് ടേം ഇൻറ്റു n. മധ്യപദം. ചില കേസുകൾ മധ്യപദം തരും, അത് വെച്ച് ചെയ്യാൻ വരും. അപ്പം മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. S ഈസ് ഈക്വൽ ടു മിഡ് ടേം ഇൻറ്റു n. മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. അപ്പോൾ ഇന്ന് 8 ഫോർമുല ഉണ്ട്. ഇന്ന് 8 ഫോർമുലാസ് നമ്മൾ പഠിച്ചു. ഈ 8 ഫോർമുലാസ് നന്നായിട്ട് മനസ്സിലാക്കുക. ഇതിനെ സംബന്ധിച്ചുള്ള കണക്കുകളായിരിക്കും ഇതിനകത്തുനിന്ന് വരിക. അതായത് ഒരു 10 മാർക്കിൻ്റെ വരെ പ്രോബ്ലംസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് മേടിക്കാവുന്നതേ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ വീഡിയോസ് എല്ലാം എല്ലാവരും വളരെ കൃത്യമായി ശ്രദ്ധിച്ച് കാണുക. അതുപോലെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ എഴുതി അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.